അനന്തൻകാട് റിട്ടൺ ബൈ മുരളി ഗോപി, ഡയറക്ടഡ് ബൈ GN കൃഷ്ണകുമാർ. ടിയാന്റെ ഒക്കെ ഡയറക്ടറാണ്. ഈ പടം ഏകദേശം ടിയാൻ പോലെ തന്നെ വളരെ വലിയ പടം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചൊരു കുഞ്ഞി പടം അങ്ങനെ ആയിരിക്കുന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ കണ്ട പോലല്ല, ഈ പടം ഒരുപാട് സ്ഥലങ്ങൾ, ശ്രീലങ്കയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കേരളം, അവസാനം രാജസ്ഥാൻ മരുഭൂമി, അങ്ങനെ പല പല ജിയോഗ്രഫിയിലേക്കായിട്ട് ഈ സിനിമ പോകുന്നുണ്ട്. സിനിമയിലെ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പടം കാണുമ്പോഴത്തേക്കുണ്ടല്ലോ അത്ര പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാല് പല സീനുകൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, പല ആൾക്കാരുടെയും പ്രകടനം, ആദ്യം ഫസ്റ്റ് ഹാഫിലുള്ള ചില ആക്ഷൻസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്, ചില സീനുകൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഒരു പുതുമയില്ലാത്ത പോലെ തോന്നും. എന്ന് വെച്ചാൽ ഒരു പുതിയ ഡയറക്ടർ ആദ്യമായിട്ടൊരു പടം ഡയറക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ കണ്ടിട്ടുള്ള പല സിനിമകളുടെയും ഇൻഫ്ലുവൻസ് കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തിരെ പരിചയമില്ലാത്തൊരു ചെങ്ങായി നിന്ന് ചെയ്തതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഈ പടം അടിമുടി പൊളിറ്റിക്കലായ ഒരു സിനിമയാണ് കേട്ടോ. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രീലങ്കയിലാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തമിഴ് പുലികളുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് ശ്രീലങ്കയിൽ മിലിറ്ററി അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു 10-20 മിനിറ്റ് അത് തന്നെയാണ് കാണിക്കുന്നത്. അത് വലിയൊരു കൊലപാതക സീനും കാര്യങ്ങളൊക്കെയാണ്, ബ്ലഡ് ബാത്തും കാര്യങ്ങളൊക്കെ അവിടെ കയറി വരുന്നുണ്ട്. പക്ഷെ തമാശ എന്താ വെച്ചാലില്ലേ, ആ ഒരു 10-20 മിനിറ്റുള്ള ആ ഒരു വലിയ പ്ലോട്ട് അവിടെ കാണിക്കുന്നത് ഈ ആര്യ എന്ന് പറയുന്ന ഒരൊറ്റ കഥാപാത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ കാണിക്കാമായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം ആര്യ പിന്നീട് ഈ സിനിമയുടെ മെയിൻ സ്റ്റോറിയിലേക്ക് വരുന്ന സമയത്ത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കഥാപാത്രമോ അല്ലെങ്കിൽ ആ കഥാപാത്രം തന്നെ വേണമെന്നോ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒരു വലിയ ടൈം ഇവർ മാറ്റി വെച്ചു എന്ന് പറയുന്നത് എനിക്കതൊരു മണ്ടൻ ഐഡിയ ആയിട്ടാണ് തോന്നിയത്. ഇനി ആര്യ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ആക്ടറിനല്ല കേട്ടോ. ആര്യ അവതരിപ്പിക്കുന്ന വെട്രി അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന കഥാപാത്രം അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ പടത്തിൽ. പക്ഷെ ആ ഒരു കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ചെയ്ത് വെച്ചിട്ടുള്ളൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തിട്ട് സിനിമയുടെ മെയിൻ കഥയിലേക്ക് വരുന്ന സമയത്ത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ക്യാരക്ടറായിട്ട് ഇത് മാറുന്നുണ്ട്. സോ അതൊരു വലിയ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, ഈ പടത്തിന്റെ പ്ലോട്ട് ആക്ച്വലി നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന മുരളി ഗോപിയുടെ തന്നെ ഒരു സ്റ്റോറി ഇല്ലേ, ഒരു സിനിമയില്ലേ, അതിന്റെ തിരക്കഥയും അല്ലെങ്കിൽ കഥയൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള സ്റ്റോറി തന്നെയാണ്. അതില് ലെഫ്റ്റിനാണ് അടിച്ചിട്ടുള്ളത്, ഇതില് റൈറ്റിനെ അടിച്ചിട്ടുണ്ട്, അതായത് കോൺഗ്രസിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ അടി എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് അടിയല്ല. അവിടെ പിന്നെ പിണറായി വിജയൻ അല്ലെങ്കിൽ കൈതേരി സഹദേവൻ എന്ന് പറയുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്ത് അടിച്ചതാണ്. പക്ഷെ ഇവിടെ ഒന്ന് തലോടി വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പീരീഡ് ഡ്രാമ പോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് 1980s 90s ആ ഒരു സമയത്തെ കാലഘട്ടമൊക്കെയാണ് ഇവര് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ ഒരു യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഈ വണ്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടുണ്ടല്ലോ, ഒരു കഥ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഭൂമി, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് എവിടെ അങ്ങനെ വലിയൊരു ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഡെവലപ്മെന്റ് പരിപാടി ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. വളരെ റൂറൽ ആയിട്ടുള്ള പണ്ട് ഒരു 10-40 കൊല്ലം പഴക്കമുള്ള ട്രിവാൻഡ്രം സിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന സ്ഥലമാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് നമ്മളെ കൈതേരി സഹദേവൻ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ എന്താണ് തവള ചാവുന്ന വാർത്ത പാമ്പ് ചാവുന്നത് വരെ, പാമ്പ് ചാവുന്ന വാർത്ത മറ്റേ കീരി ചാവുന്നത് വരെ, കീരി ചാവുന്ന വാർത്ത കഴുകൻ ചാവുന്നത് വരെ, ആ ഒരു സാധനം ഉണ്ടല്ലോ. അതേ ഡയലോഗ് തന്നെ ഈ സിനിമയിലെ വിജയരാഘവനും പറയുന്നുണ്ട്. സോ അയാളും ഇയാളും തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങളുള്ളത് പോലെ എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. അങ്ങനെ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. വലിയ പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിലെ മറ്റു കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുരളി ഗോപി, ഇന്ദ്രൻസ്, അപ്പാനി ശരത്ത്, പിന്നെ നമ്മുടെ നിഖില വിമലിന്റെ കഥാപാത്രം ഉണ്ട് കേട്ടോ. അതും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു. അത്രയ്ക്ക് വലിയ നിർബന്ധമുള്ള ഒരു ക്യാരക്ടർ അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവരില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സുനിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് തെലുങ്ക് ആക്ടർ. പിന്നെ വേറെ ആരായിരുന്നു, ഇവരുണ്ട് നമ്മളെ ശാന്തി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആക്ട്രസ് ഇല്ലേ, ലോകയിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ആ ആക്ട്രസും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ആൾക്കാർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞു ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇത്രയെല്ലാം ഉണ്ടായിട്ടില്ലേ ഒരു വൃത്തിയില്ല പടം കാണാനായിട്ട്. അതിന്റെ എക്സിക്യൂഷൻ എന്നൊരു വൃത്തിയില്ല. ഇപ്പൊ നമ്മുടെ എമ്പുരാൻ അല്ലെങ്കിൽ ഈ എമ്പുരാന്റെ ഫസ്റ്റ് പാട്ടുണ്ടല്ലോ, ലൂസിഫറിൽ കാണുന്ന സമയത്ത് ഇതെല്ലാം മുരളി ഗോപി തന്നെ എഴുതിയിട്ടുള്ള തിരക്കഥകളാണ്. പക്ഷെ ആ ഒരു എക്സിക്യൂഷൻ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്ലോ എല്ലാം നമ്മളത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫ്ലോയോ കാര്യങ്ങളൊന്നും ഈ പടത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്ടർക്ക്
എന്തൊക്കെയോ ഒരു മേനയായിട്ടില്ല ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഈ പടത്തിനകത്തുണ്ട്. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നല്ല വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവര് ചില പാട്ട്, അതായത് നമ്മൾ മുമ്പേ കേട്ടിട്ടുള്ള ചില പാട്ടുകൾ തന്നെയാണ്, പക്ഷെ അതൊക്കെ റീവർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അവര് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, മീൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ പടപ്പിച്ചിട്ടുണ്ട്. ക്യാമറ പൊതുവെ ഒരു ഡാർക്ക് റെഡിഷ് അങ്ങനെ ഒരു എന്താണ് ലൈറ്റിംഗ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പക്ഷെ കഥയാണെന്ന് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത്. ഇനി ഇതിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, ഇത് നമ്മൾ ഒരുപാട് കാലങ്ങളായി കണ്ടിട്ടുള്ള ഒരു ചേരിയിലെ കൊട്ടേഷൻ ടീം, ഈ കൊട്ടേഷൻ ടീമിനെ പൊളിറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്നത്, അവസാനം ഈ പൊളിറ്റീഷ്യൻസ് തന്നെ കൊട്ടേഷൻ ടീമിനെ തട്ടിക്കളയും. ഈ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഈ ഒരു കഥയുടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതേ കഥ തന്നെ നമ്മൾ ഈ വട ചെന്നൈയിലും കമ്മട്ടിപ്പാടത്തും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് ആണ്. എന്ന് വെച്ചാല് ഈ ക്ലാസ്സിനെ ഓരോ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഏറ്റവും മേലിരിക്കുന്ന ഡോമിനേറ്റ് ചെയ്യുന്ന ഒരുത്തൻ ഇതിന്റെ ഏറ്റവും താഴെയുള്ള ക്ലാസ്സിനെ അവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ട് അവസാനം വേസ്റ്റ് ആക്കി കളയുക. നമ്മളെ വിനായകന്റെ ഗംഗയുടെ കഥാപാത്രത്തിൽ പറയില്ല, അവൻ വേസ്റ്റ് ആണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉപയോഗിച്ച് തള്ളിക്കളയുന്ന അതേ സാധനം തന്നെയാണ് ഈ പടത്തിലും അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു വൃത്തിയായിട്ടുള്ള രീതിയിലല്ല കേട്ടോ, കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ പടത്തിൽ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രൈറ്റ് പൊളിറ്റിക്സ് ഉണ്ടാവും. ഇപ്പോ പൊളിറ്റിക്കലായിട്ട് സ്റ്റോറികൾ അനലൈസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മലയാളത്തിൽ ഉണ്ടെങ്കിലും ഫേസ് ടു, അതായത് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും എഴുതുന്ന ആളാണ് മുരളി ഗോപി. ഇപ്പോൾ നമ്മൾ എമ്പുരാനിലെല്ലാം ഒരു സീൻ എടുത്തു കഴിഞ്ഞാല് ഒരൊറ്റ സീനിൽ അവര് CPM-നെയും പിണറായി വിജയനെല്ലാം ഊക്കാൻ വേണ്ടിയിട്ട് ഒരു സീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അത്രയും മാസീവ് ആയിട്ടുള്ള ഒരു സീനെ. ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലുണ്ട്. പക്ഷെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാല് തീരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സീൻ അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരു 2 ദിവസം മുമ്പ് യൂട്യൂബിൽ വന്നിരുന്നു. അതായത് ഒരു കോളേജിന്റെ യൂണിയൻ ഓഫീസിലേക്ക് ഈ മുരളി ഗോപിയും കുറച്ച് ആൾക്കാരെല്ലാം വരുന്നതും ഒരു ചെക്കൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരില്ല. അതായത് ഈ അമ്പലത്തിൽ പൂജിച്ചു കെട്ടിയ ചരട് എന്തിനാണ് മുറിച്ചു കളഞ്ഞ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഈ ചുമലിരിക്കുന്ന അപ്പന്മാരൊക്കെ. ഇതൊക്കെ ആരും ചോദിക്കുന്നില്ലേ? ഇവരൊക്കെ ഇവിടെ വരുന്നതിനേക്കാളും മുമ്പ് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അത് അതിന്റെ വഴിക്ക് പോകും, ഇത് ഇതിന്റെ വഴിക്ക് പോകും. ആ ഒരു ഭാഗം യൂട്യൂബിൽ ഓൾറെഡി വന്ന സാധനം തന്നെയാണ്. അത് കണ്ട സമയത്ത് ആദ്യം കാണുമ്പോഴത്തേക്ക് നമുക്ക് എവിടേക്ക് ചില മാസ് എലമെന്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഒന്നുകൂടി വാച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് വെറും മണ്ടത്തരാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് വെച്ചാല് ഇപ്പോ അവര് ഉദ്ദേശിക്കുന്ന SFI എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് CPM-ന്റെ സംഘടനയായിട്ടുള്ള SFI ഉദ്ദേശിച്ചിട്ടാണ് അവരുടെ സാധനം ഉണ്ടാക്കിയത്. പക്ഷെ SFI ആക്ച്വലി ഇന്ത്യയിലെ ഒരു സംഘടനയാണല്ലോ. ഇന്ത്യയിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്, വിശ്വാസികളല്ലാത്ത ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടികളാണ് ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുക. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ SFI വിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഈ സംഘടനയിൽ ഈ ശബരിമലയ്ക്കോ മാലയിട്ടവൻ വരെ പ്രകടനത്തില് എന്താണ് സിന്ദാബാദ് വിളിച്ചു പോയ ചരിത്രമെല്ലാം ഉണ്ട്. ഒരുപാട് തവണ ഞാൻ പ്രവർത്തിക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇതിൽ വിശ്വാസികളായ അല്ലാത്ത ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സംഘടന ഒന്നുമല്ല. പിന്നെ ഈ കയ്യിൽ ചരട് കിട്ടുമ്പോഴത്തേക്ക് കോളേജിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു വിഷയം ഉണ്ട്. പക്ഷെ ഈ ചരടില്ലേ, ഈ ചരട് ആ ചങ്ങായി ഉദ്ദേശിച്ച ചരടല്ല. അതായത് ഒരു ആള് അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ നിന്ന് വല്ല ചരടോ അല്ലെങ്കിൽ നൂലോ അല്ലെങ്കിൽ വല്ല മാലയോ പൊട്ടോ ഒക്കെ തൊടുന്നത് ആരും അങ്ങനെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് ഫോഴ്സ്ഫുള്ളി ആരും മുറിച്ച് കളയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ഉദ്ദേശ സാധനം എന്താണെന്നറിയോ? ഈ സംഘപരിവാറിന്റെ ചില സംഘടനകള് അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ പരിപാടി കോളേജുകളിൽ നടത്താറുണ്ട്. അപ്പൊ ഇത് നടത്തുന്ന സമയത്ത് അതറിയോ, ഒരു ഓറഞ്ച് നൂലാണ് ഇവർ കെട്ടിവെക്കുക. അവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ പരിപാടി നടത്തുന്ന സമയത്ത് അത്യാവശ്യം ലെഫ്റ്റ് പാർട്ടീസിന് നല്ല ഹോൾഡുള്ള ഭാഗത്തെല്ലാം എല്ലാം അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ABP പ്രവർത്തകർക്ക് അത്യാവശ്യം അറ്റാക്കും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന ഓറഞ്ച് നൂലും ഒരാൾ അമ്പലത്തിൽ നിന്ന് എന്താണ് പൂജിച്ചുകൊണ്ടിരുന്ന ചരടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് രണ്ടും ഒരിക്കലും ഒന്നല്ല. പക്ഷെ ഇത് അറിയാത്ത ആളല്ലേ മുരളി ഗോപി. അയാൾക്ക് അറിയാം ഇതെങ്ങനെ അല്ല എന്നുള്ളത്. പക്ഷെ എന്തോ അവർ കുത്തുമ്പോഴത്തേക്ക്, അതായത് ഇവിടെ ഉള്ള കറന്റ്ലി ഉള്ള ലെഫ്റ്റിനെ കുത്തുമ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇതേ പടത്തിൽ തന്നെ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലാതെ ഈ മുരളി ഗോപിയുടെ കഥാപാത്രം ഇന്ദ്രൻസിനോട് പറയുന്നുണ്ട്. അതായത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല, അത് വേറെ ഇത് വേറെ. അതായത് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകൾ വേറെ, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്തോ ഫേക്ക് ചെയ്യുകയാണ്, ഇവർ ഒറിജിനൽ ആയിട്ടുള്ള ലെഫ്റ്റ് അല്ല എന്നൊരു ഡയലോഗ് കൂടി ഈ മുരളി ഗോപിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. എനിക്കത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ഓർമ്മ എന്ന് പറയാം, കുറച്ച് നാൾ മുമ്പെല്ലാം ഒരു 2012, 13, 14 സമയത്തെല്ലാം ഈ മാധ്യമം പേപ്പറില്ലേ, പത്രമില്ലേ, അവരുടെ ഒരു വാരികയുണ്ട്, ഒരു മാസികയുണ്ട്.
ആ മാസികയിൽ നിരന്തരം ഈ ആർട്ടിക്കിൾസ് എല്ലാം വന്നുകൊണ്ടിരുന്നത് എഴുതിക്കൊണ്ടിരുന്നത് കേരളത്തിൽ തന്നെ മുമ്പ് ഈ മാവോയിസ്റ്റ് നക്സലൈറ്റ് സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന, പിന്നീട് റിട്ടയർഡ് ആയിട്ട് അവർക്ക് പറ്റാണ്ടായി മനോരമയുടെ ചെലവിൽ ജീവിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരായിരുന്നു അതിൽ നിരന്തരം ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് വായിക്കുന്ന സമയത്തില്ലേ, നമ്മൾ അത് വായിച്ചു കഴിഞ്ഞാല് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമാണോ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ പ്രസിദ്ധീകരണമാണോ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ലെഫ്റ്റിനെ നല്ല രീതിയിൽ അവര് വിമർശിച്ചിട്ട് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെഫ്റ്റിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഐഡിയോളജീസും അവര് പ്രിന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായോ? പ്രിന്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പേപ്പറിൽ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഇവിടെയുള്ള ലെഫ്റ്റ് ഒന്നും അല്ല, ശരിക്കും വേറെന്തോ സാധനം വരുന്നുണ്ട്. ആക്ച്വലി ഇവർ ചെയ്യുന്നത് വെച്ചാലില്ലേ, ഇവിടെയുള്ള ലെഫ്റ്റ് അല്ല ഒറിജിനൽ ലെഫ്റ്റ്, വേറെന്തോ സാധനമാണ് എന്നൊരു തോന്നല് ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയും ഇവിടെയുള്ള ലെഫ്റ്റിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനാണ് ഈ എക്സ്ട്രീം റൈറ്റ്, അതിപ്പോ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും സംഘപരിവാർ ആണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ പോലെയാണ് എനിക്കിത് തോന്നിയത്. തീരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സീനും തീരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നു അത് രണ്ടും. പിന്നെ സിനിമയുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ആര്യയുടെ ഒരു 2-3 ഫൈറ്റ് ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളി ഫൈറ്റ് ആയിരുന്നു. പിന്നെ സുനിലിന്റെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, വൺ ഓഫ് ദി വീക്കസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല്, ഒരു ആക്ടർ അയാള് ഒരു പോലീസ് യൂണിഫോമിൽ വരുന്ന സമയത്ത്, അത് അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് അയാൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ യെസ് ഇയാൾ ഒരു പോലീസുകാരനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവണം. അതിപ്പോ മലയാളത്തില് ഒരു സമയത്ത് ഒരു 10-15 വർഷം മുമ്പ് ഇറങ്ങുന്ന സിനിമകളിലെ ഏത് കഥാപാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ ഭീമൻ രഘു ഒരു പടത്തിൽ വലിയ അധികമൊന്നുമില്ല, പക്ഷെ പോലീസ് യൂണിഫോമിൽ ഭീമൻ രഘു എന്ന് കഴിഞ്ഞാൽ സെറ്റ് അയാൾ പോലീസാണ്. ഞാൻ സുരേഷ് ഗോപി പറയാത്തത്, സുരേഷ് ഗോപി ഓൾറെഡി നമുക്കറിയാം യൂണിഫോം ഇട്ടാൽ സുരേഷ് ഗോപി പോലീസ് ആണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരാണ് ഞാൻ പറയുന്നത്. സ്ഫടികം ജോർജ് ആണെങ്കിലും ആരാണെങ്കിലും കാരാഗോപൻ മണി ആണെങ്കിലും മലയാളത്തിൽ അത്യാവശ്യം വില്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഏത് മനുഷ്യൻ യൂണിഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു യെസ് പോലീസുകാരാണെന്ന്. പക്ഷെ ഈ പടത്തിൽ സുനിൽ പോലീസ് യൂണിഫോമിൽ വന്നിട്ടുണ്ടല്ലോ, നമ്മള് ഇതെന്തോന്ന് പോലീസ് ഒരുമാതിരി ഈ മിമിക്രി ഷോയിലെല്ലാം ആൾക്കാർ പോലീസ് യൂണിഫോം ഇട്ട് വരൂലേ, അതുപോലത്തെ ഒരു കഥാപാത്രം. പിന്നെ സുനിൽ ഒരു വില്ലൻ വേഷം ചെയ്യുന്ന സമയത്ത് അയാളുടെ ചില എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ടാവുമല്ലോ, അതായത് സ്ത്രീകളുമായിട്ടുള്ള ചില സീനുകളും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവില്ല, എക്സ്പ്രഷൻ അതെല്ലാം ഈ പടത്തിലുണ്ട്. പക്ഷെ നമുക്ക് എവിടെയും ഒരു വില്ലത്തിലൊന്നും അങ്ങനെ ഫീൽ ചെയ്യൊന്നുമില്ല. ഒരു എന്താണ് ഇങ്ങനെ ഒരു കണഗുണ എന്നുള്ളൊരു കഥാപാത്രം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ പടം വലിയ ലാർജ് സ്കെയിലുള്ള പടമാണ്, ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയും നമുക്ക് അങ്ങനെ വലിയൊരു ഗുമ്മോ അല്ലെങ്കിൽ ഒരു ഹൈ ഒന്നും നമുക്ക് എവിടെയും ഫീൽ ചെയ്യൊന്നുമില്ല. ഒരു എന്താണ് എന്തൊക്കെയോ സംഭവിച്ചു, നമ്മൾ വിറ്റ്നസ് ചെയ്തു, ഓക്കെ ഇതാണല്ലേ കഥ. ഇത് ഞങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കഥയാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഈ മുരളി ഗോപിയുടെ ആയിട്ടുള്ള അയാളുടെ ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില സാധനങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി വിട്ടിട്ടുണ്ട്. അല്ലാതെ പുതുമയുള്ളതായിട്ട് ഇതിലൊന്നുമില്ല. പിന്നെ വിജയരാഘവന്റെ ചില പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്ത് വിജയരാഘവൻ പിന്നെ പറയാനൊന്നുമില്ല, അയാൾ കിഡിലുമായിട്ട് അയാൾ അഭിനയിച്ചോളും. പക്ഷെ ചില മൊമെന്റുകൾ ചില സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്തില്ലേ, വിജയരാഘവൻ എന്ന് പറയുന്ന ആക്ടർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡയലോഗ്സും സീനും ഡിസർവ് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ടായിരിക്കും കേട്ടോ, അത് നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ചില സീൻ കാണുന്ന സമയത്ത് നോ ഹി ഡിസർവ് ബെറ്റർ എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വിജയരാഘവന്റെ ഒരു 1 മാൻ ഷോ മാത്രമായി പോയി ഈ പടം. ടോട്ടാലിറ്റി നോക്കിക്കഴിയുന്ന സമയത്ത് 2.5 മണിക്കൂർ പടം കണ്ട് ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, എന്റെ മനസ്സിലാകെ ഒരു കഥാപാത്രം വിജയരാഘവന്റെ മാത്രമാണ്. ആര്യയുടെ ക്യാരക്ടർ പോലും എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. കാരണം ആര്യയുടെ കഥാപാത്രം നോക്കിക്കഴിഞ്ഞാലില്ലേ, അത് വളരെ നാരോ ആയിട്ടൊരു ക്യാരക്ടറാണ്. ഇയാൾ ഈ ശ്രീലങ്കയിലെ അല്ലെങ്കിൽ ജാഫ്നയെന്ന് തമിഴ് പുലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ട്രിവാൻഡ്രത്ത് ഇട്ടതാണെന്ന് നമുക്ക് തോന്നും. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. ഈ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കുക. അത്ര വലിയ സംഭവമൊന്നുമല്ല പടം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ചേരി കൊട്ടേഷൻ പൊളിറ്റിക്സ് ഇത് തന്നെയാണ് പരിപാടി. പക്ഷെ മുരളി ഗോപിയുടെ സ്റ്റൈൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ അവർക്ക് നോക്കാമായിരുന്നു, പുതിയ രീതിയിൽ കഥ പറയാമായിരുന്നു. കാരണം ഈ കഥ ഒരുപാട് തവണ മലയാളത്തിലും തമിഴിലൊക്കെ പറഞ്ഞു പഴകിയ ഒരു കഥയാണ്. വലിയ പുതുമയൊന്നും ഒരു പടം. പക്ഷെ പടം പോരാട്ടോ, ഒരു വേസ്റ്റ് ഓഫ് ടൈം പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സമയമുണ്ട്, പക്ഷെ നമുക്ക് പുതുമയുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഒരു സീൻ പോലും നമുക്കൊരു പുതുമയുള്ള ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ പൊളിറ്റിക്സ് നോക്കി കഴിഞ്ഞാലും ഓക്കെ, നമ്മൾ എന്താണോ മുരളി ഗോപിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. അയാള് ലെഫ്റ്റിന് അത്യാവശ്യം അയാൾ കൊട്ടും, ഇപ്പുറത്തും കൊട്ടും. പക്ഷെ ഒരു സ്റ്റാൻഡ് ഇല്ല, മനസ്സിലായി. കൊട്ടുന്നുണ്ട്, പക്ഷെ അത് പോയിന്റിലേക്കല്ല. വിമർശനം തീർച്ചയായിട്ടും വിമർശിക്കണം, പക്ഷെ അത് പറയുന്ന തരത്തിൽ ഒരു കഴമ്പുണ്ടാണ്. വെറുതെ എടുത്ത് കൊട്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഇവരുടെ ഒരു എന്താണ് അവർ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. ന്യായമായ രീതിയിൽ വിമർശിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അർഹിക്കുന്ന വിമർശനം തന്നെയാണ്. പക്ഷെ പറയാന്ന് വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. സോ ഇതാണ് നമ്മുടെ അനന്തൻ കാട് എന്ന് പറയുന്നത്.
ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് തുടക്കം മുതൽ അവസാനം വരെ വല്ലാണ്ട് മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിട്ടു. ഇന്ദ്രൻസ് എല്ലാം ആക്ച്വലി വളരെ നീറ്റായിട്ട് നൈസായിട്ട് എഫേർട്ട്ലെസ്ലി ഡെലിവർ ചെയ്യുന്ന ആക്ടറാണ്. പക്ഷെ ഇന്ദ്രൻസ് പോലും ഈ പടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു മാസ് ക്യാരി ചെയ്യുന്നുണ്ട്. എന്തിന് നമ്മളിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് പോലും ഒന്നും വേണ്ട. കമ്മട്ടിപ്പാട സിനിമയിൽ വിനായകനും നമ്മളെ ദുൽഖർ വീറിലും കൂടിയിട്ട് ഒരു ടെമ്പോ ട്രാവലിൽ കയറിയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഒരാളെ കുത്തിക്കൊല്ലുന്ന സീനില്ലേ, എത്ര കൂളായിട്ടാണ് അവരത് എടുത്തിട്ടുള്ളത്. നമ്മൾ കാണുമ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് വരുന്ന സമയത്തുണ്ടല്ലോ, അവിടെയാണ് ആ പടം കയറുന്നത്. പക്ഷെ ഇതില് ക്യാരക്ടേഴ്സ് എല്ലാം ആദ്യം വരുന്ന സമയത്ത് തന്നെ ഒരു 1.5 ഒരു മാസ് അപ്പിയറൻസ് എല്ലാം പിടിച്ച് ആ പരിസരത്തെല്ലാം വരുമ്പോഴത്തേക്കിനോ ഇവരെന്തോ മാസ് പരിപാടി ചെയ്യാൻ പോവുകയാണ് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. അവരുടെ ഈ ബോഡി ലാംഗ്വേജിൽ തന്നെ അതുണ്ട്. അപ്പം അവര് മാസോടെ വന്നു, പക്ഷെ സീനിൽ ഉദ്ദേശിക്കുന്ന മാസം ഇല്ലാതാകുന്ന സമയത്ത് ഒരു ഷൂന്നായി പോകും പടം. പടത്തിന്റെ ടോട്ടാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ നല്ല ഫണ്ടും കാര്യങ്ങളെല്ലാം ഇവര് പൊടിച്ചിട്ടുണ്ട്. ഗോകുലം മൂവീസും മറ്റവരൊക്കെയാണ് ഈ പടം ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വലിയ പടം, പക്ഷെ